കേരളത്തിലെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ളതുമായ ഒരു സംഭവമാണ് അൺമാസ്കിംഗ് അനോമലീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ അവതാരകൻ അബ്ദുള്ള ബാസിലും എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ തെരുവത്തും തമ്മിലുള്ള വാക്പോര്. പ്രത്യക്ഷത്തിൽ ഇതൊരു ധാർമ്മിക ദാർശനിക സംവാദമായി തുടങ്ങിയതാണെങ്കിലും ഒടുവിൽ അത് പരസ്പരമുള്ള അസഭ്യവർഷത്തിലേക്കും വ്യക്തിഹത്യയിലേക്കും നിയമ നടപടികളിലേക്കും കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ഇരുപക്ഷവും മുന്നോട്ട് വെച്ച നിലപാടുകളിലെ ശരിതെറ്റുകളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിവാദത്തിന്റെ തുടക്കം അബ്ദുള്ള ബാസിൽ ഉന്നയിച്ച ധാർമ്മികതയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ്. ധാർമ്മികത അഥവാ മൊറാലിറ്റി എന്നത് ദൈവത്തിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും മാത്രം ഉത്ഭവിക്കുന്ന ഒന്നാണെന്നും ദൈവത്തിന്റെ കൽപ്പനകളാണ് ശരി തെറ്റുകളെ നിർണ്ണയിക്കുന്നത് എന്നുമുള്ള പരമ്പരാഗത മതവാദമാണ് ബാസിൽ മുന്നോട്ട് വെച്ചത്. സ്വന്തം മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ എന്താണ് ധാർമ്മികമായ തടസ്സം എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. അവിശ്വാസികളുടെ ജീവിതത്തെയും ചിന്തകളെയും ഇകഴ്ത്തിക്കാട്ടാൻ മതമൗലികവാദികൾ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു സ്ഥിരം ലൈംഗിക പ്രകോപന തന്ത്രമായിരുന്നു ഈ ചോദ്യം. ഇതിന് ഉത്തരവുമായി രംഗത്തെത്തിയ ആരിഫ് ഹുസൈൻ ധാർമ്മികതയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് യുക്തിസഹമായ ചില മറുപടികൾ ആദ്യഘട്ടത്തിൽ നൽകുകയുണ്ടായി. ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ലെന്നും ഹൈന്ദവരും ക്രൈസ്തവരും അവിശ്വാസികളും ആദിവാസികളും അടക്കം കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ സമാധാനപരമായി ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവരാരും തങ്ങളുടെ ജീവിതത്തിലെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് ഖുർആൻ നോക്കിയല്ല. മനുഷ്യന്റെ ധാർമ്മികത എന്നത് കേവലം മതഗ്രന്ഥങ്ങളുടെ ഉൽപ്പന്നമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യ സമൂഹം നേടിയെടുത്ത സഹാനുഭൂതി, പരസ്പര ബഹുമാനം, സാമൂഹിക ബോധം, അതിജീവന താല്പര്യങ്ങൾ എന്നിവയിലൂടെ പരിണമിച്ചുണ്ടായ ഒന്നാണ്. മനുഷ്യർ ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വന്തം കുടുംബത്തിനകത്തോ സമൂഹത്തിലോ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങളും ക്രമക്കേടുകളും ഒഴിവാക്കപ്പെടേണ്ടത് സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആരിഫ് ഹുസൈൻ തന്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിനിടയിൽ അബ്ദുള്ള ബാസിലിന് നേരെ ഉന്നയിച്ച മറുചോദ്യമാണ് കാര്യങ്ങളെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഖുർആനിൽ അങ്ങനെ ഒരു വിലക്കില്ലായിരുന്നുവെങ്കിൽ അബ്ദുള്ള ബാസിൽ സ്വന്തം അമ്മയുമായോ സഹോദരിയുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നോ എന്നൊരു ആശയമാണ് ആരിഫ് ഹുസൈൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതിനൊരു ദാർശനിക ചോദ്യമായി ചോദിക്കുന്നതിന് പകരം അബ്ദുള്ള ബാസിലിന്റെ കുടുംബത്തിലെ സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ടാണ് ആരിഫ് ആ ചോദ്യം ചോദിച്ചത്. അതോടെ ചർച്ച മുഴുവൻ വഴിമാറുകയും അബ്ദുള്ള ബാസിൽ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇവിടെ ആരിഫ് ഹുസൈൻ ഉപയോഗിച്ച ഭാഷയോടും ശൈലിയോടും വ്യക്തിപരമായി യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വ്യക്തിയോടുള്ള ആശയപരമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അയാളുടെ കുടുംബത്തിലെ സ്ത്രീകളെ വലിച്ചിഴക്കുന്നത് തെറ്റാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടി കാണാതെ പോകരുത്. അൺമാസ്കിംഗ് അനോമലീസ് എന്ന ചാനലും അബ്ദുള്ള ബാസിലും വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവാദങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊരു നിരീശ്വരവാദിയെയും യുക്തിവാദിയെയും നേരിടുമ്പോൾ അവരുടെ ആശയങ്ങളെ നേരിടുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും ഭോഗിക്കുമോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ ലൈംഗികത ചെയ്തുകൂടാ എന്നൊക്കെയുള്ള വൃത്തികെട്ട ഉദാഹരണങ്ങൾ എറിഞ്ഞുകൊടുത്ത് ആളുകളെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ സ്ഥിരം രീതി. നമ്മുടെ ചാനലിലും അവരുടെ ആശയങ്ങളെ വിമർശിക്കുമ്പോൾ ഇത്തരം കമന്റ്സ് വരാറുണ്ട്. കുറച്ചു മുമ്പ് ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ഇൻസെസ്റ്റിനെ എതിർക്കുന്നു എന്ന് വിശദീകരിച്ചതിന് ഇവർ തന്ന മറുപടി മല്ലു അനലിസ്റ്റും ഇസ്ലാം പറയുന്നത് തന്നെ പറയുന്നു എന്നാണ്. ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന്റെ പ്രശ്നം ഇവർക്കുള്ളത് പോലെയാണ് അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, ഏറ്റവും സുപ്പീരിയർ എന്ന വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ചിന്താരീതി. ഇസ്ലാം അല്ലാതെ വേറൊരു മതമോ ഫിലോസഫിയോ ഇതിനെ എതിർത്തിട്ടില്ല. ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ എന്തായേനെ എന്നൊക്കെ ചെറിയ കുട്ടികൾ വാദിക്കുന്നത് പോലെയാണ് ഇവർ വാദിക്കുക. ഈ ലോകത്ത് പല മതങ്ങളിൽ ഒരു മതം മാത്രമാണ് ഇസ്ലാം എന്നും അത് ഫോളോ ചെയ്യാത്ത കോടിക്കണക്കിന് ആളുകൾ ഇവർ പറയുന്ന പോലെ മോശക്കാരല്ലെന്നും വ്യക്തമായ തെളിവുകൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാവുന്നതാണ്. എതിർപക്ഷത്തുള്ളവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇത്തരത്തിൽ ലൈംഗികമായി അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ബുദ്ധിപരമായ ചോദ്യമെന്ന് സ്വയം ന്യായീകരിച്ചവരാണ് ഇവർ. മുൻപ് പലരും ഈ കെണിയിൽ വീഴാതെ മാന്യത കാത്തു സൂക്ഷിച്ചപ്പോൾ ആരിഫ് ഹുസൈൻ ചെയ്തത് ഇവർ കാലങ്ങളായി ഉണ്ടാക്കി വെച്ച അതേ അഴുക്കുചാലിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്ന് അവരുടെ അതേ ഭാഷയിൽ തിരിച്ചടിക്കുക എന്നതായിരുന്നു. ആ തിരിച്ചടി ഇവരെക്കാൾ പരുക്കനായ ഭാഷയിലായി പോയി എന്നത് മാത്രമാണ് സംഭവിച്ചത്. നമ്മളോട് ഒരാൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ പെരുമാറിയതിനു ശേഷം നമ്മൾ തിരിച്ച അയാളോട് അതേപോലെ പെരുമാറുമ്പോൾ അയ്യോ എന്നോട് മോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നത് അർത്ഥമില്ല. അതായത് ഇത്രയും കാലം അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും കുടുംബങ്ങളെക്കുറിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് അതേ ചോദ്യം സ്വന്തം കുടുംബത്തിന് നേരെ തിരിഞ്ഞു വരുമ്പോൾ അത് പെട്ടെന്ന് അസഭ്യവും സ്ത്രീവിരുദ്ധതയുമായി മാറി. സ്വന്തം വായിൽ നിന്ന് മറ്റുള്ളവർക്ക് നേരെ വരുമ്പോൾ ധാർമ്മികതയുടെ വിശുദ്ധ ചോദ്യങ്ങളായും തിരിച്ച് തനിക്ക് നേരെ വരുമ്പോൾ അസഭ്യമായി മാറുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. നിങ്ങൾ മറ്റൊരാൾക്ക് നേരെ ചെളിവാരി എറിയുമ്പോൾ അത് സുഗന്ധദ്രവ്യമായി മാറില്ല, തിരികെ വരുന്നത് അതേ ചെളി തന്നെയായിരിക്കും. മറ്റുള്ളവരുടെ നേരെ പ്രയോഗിച്ച ഭാഷ അതേപടി നിങ്ങൾക്ക് തിരികെ കിട്ടിയപ്പോൾ അത് നിങ്ങൾക്ക് അസഭ്യമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരുന്നതും ചോദ്യം ചോദിച്ചു കൊണ്ടിരുന്നതും എത്രമാത്രം മ്ലേച്ഛമായ ഭാഷയിലായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണിത്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ രണ്ടുപേരും സ്വീകരിച്ച രീതികൾ ഒരു പുരോഗമന സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല. പക്ഷേ മറ്റു മതങ്ങളെയും യുക്തിവാദികളെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഇതൊക്കെ തുടങ്ങി വെച്ചവർ തന്നെ ആ ഒരു സമീപനം നിർത്തുന്നതായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.